രാമപുരം പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കേരളത്തിൽ ആദ്യമായി ലോകത്തിന് തന്നെ മാതൃകയായി ഒരു പഞ്ചായത്ത് അവയവദാനത്തിന്റെ മഹാചരിത്രം ഇവിടെ രചിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത രാമപുരം കൾച്ചറൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, രാമപുരം ഗ്രാമപഞ്ചായത്തും നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ചെയ്തത് വരും തലമുറയ്ക്ക് ഒരു 50 വർഷം കഴിയുമ്പോൾ ഇതാരാണോ ഈ കർമ്മം ചെയ്തത് എന്ന് 50 വർഷം കഴിയുമ്പോൾ ചരിത്രം ആലോചിക്കും. ആരാണ് രാമപുരത്തിന് ഇങ്ങനൊരു ചരിത്രം കുറിച്ചത്? അത് രാമപുരം കൾച്ചറൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് അന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വലിയ ത്യാഗം? എനിക്കറിയാം, ഈ ഗ്രാമത്തില് വിടിവിടാന്തരം കയറിയിറങ്ങി ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ നിങ്ങൾ പോയപ്പോൾ എന്തെല്ലാം നേരിട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാനായിരിക്കുന്ന തൃശ്ശൂരിലെ പൂത്തറയ്ക്കൽ എന്ന് പറയുന്ന ഗ്രാമമാണ് ലോകത്തിലെ ഫസ്റ്റ് വില്ലേജ് ആയിട്ട് ഇന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലുള്ളത്. അതിനുവേണ്ടി എല്ലാ വീടുകളും കയറിയിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ അതൊരു കൊച്ചു ഗ്രാമമാണ്. ഇതിവിടെ എത്രയോ വലിയ ഒരു പഞ്ചായത്ത് മുഴുവനും നിങ്ങൾ ഇതിനു വേണ്ടി ത്യാഗപൂർവ്വം ഇറങ്ങി തിരിച്ചില്ലേ? പ്രിയമുള്ളവരെ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് രോഗികളാണ്. കിഡ്നി തകർന്നു പോയവര്, കരൾ തകർന്നു പോയവര്, ലങ്സ് നഷ്ടപ്പെട്ടവര്, പാൻക്രിയാസ് ഇല്ലാത്തവര്, കണ്ണില്ലാത്ത 50 ലക്ഷത്തിലേറെ പേര് ഈ ഭാരതത്തിലുണ്ട്. പെട്ടത്തള്ളയെന്ന് വരെ കണ്ടിട്ടില്ല. മരിച്ചു പോകുന്ന എന്റെയോ നിങ്ങളുടെയോ ഒരു കണ്ണിന്റെ കോർണിയെടുത്ത് അവന്റെ മുഖത്ത് വെച്ചു കൊടുത്താൽ അവൻ കണ്ണു തുറന്ന് നോക്കുന്നത് അവരെ പ്രസവിച്ച അമ്മയെയാണെന്ന് പറയുമ്പോൾ അതിന്റെ ആ ദാനത്തിന്റെ മഹാത്മ്യം എത്രയോ വലുതാണ് പ്രിയമുള്ളവർ. നേരത്തെ മാണി സാറിനോട് പറഞ്ഞില്ലേ, നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾക്കൊന്നും വിലയില്ലാത്തതായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. എത്രയോ വിലയേറിയതാണ് നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ നൽകിയ അവയവങ്ങളൊക്കെ. ഇത് ജനിക്കുമ്പോൾ തന്നെ സൗജന്യമായി കിട്ടിയവരാ നമ്മളൊക്കെ. ഇനി ജനിച്ചിട്ടും കണ്ണ് കാണാത്തവർ ജനിക്കുമ്പോഴേ തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല കണ്ണ്. നമുക്കൊക്കെ കണ്ണ് കിട്ടി, എന്നാൽ ജനിക്കുമ്പോഴേ അത് നിഷേധിക്കപ്പെട്ട എത്രയോ മനുഷ്യർക്ക് മരിച്ചു പോകുമ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ആ ദാനത്തിന് അവർ എന്ത് രീതിയിലാണ് പ്രിയമുള്ളവരെ കണക്കാക്കുക? ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാമപുരം എന്ന് പറയുന്ന ഈ ഗ്രാമം ലോകത്തിന്റെ മുൻപിൽ വലിയ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ പ്രിയങ്കരനായ കവി ഇവിടെ പറയുകയുണ്ടായി, മതസൗഹാർദ്ദം. ഈ അവയവദാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദമാണ്. കാരണം ഒരു തോമസിന്റെ കിഡ്നി ചെന്നിരിക്കുന്നത് ഒരു നാരായണിയുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ഒരു മുഹമ്മദിന്റെ കിഡ്നി ചെന്നിരിക്കുന്നത് ഒരു തോമസിന്റെ ശരീരത്തിലാണ്. വെറുതെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുന്നതല്ല. എന്റെ മരിച്ചുപോയ എന്റെ അപ്പന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം വേലായുധന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിട്ടാ പറയുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണോ എന്ന് വാക്കുകൊണ്ടല്ല പ്രിയമുള്ളവരെ പറയുന്നത്. അതാണ് ഈ അവയവദാനത്തിന്റെ ശ്രേഷ്ഠത. നമ്മളെല്ലാം ആദ്യം മനുഷ്യരായിട്ട് ജനിച്ചിട്ടാണ് നാം ദൈവത്തെയും മനുഷ്യനെയും അറിയുന്നത്. മനുഷ്യനാണ് അടിസ്ഥാനപരമായ വാല്യൂ. ഇന്ന് മനുഷ്യന് വിലയില്ല. സ്വർണത്തിന് നല്ല വിലയാ, പക്ഷെ മനുഷ്യന് വിലയില്ല. നമ്മുടെ കഴുത്തിൽ കിടക്കണ സ്വർണ്ണം പഠിച്ചു പിടിച്ചുകൊണ്ടോണത് നമ്മളെ വേണ്ട. മനുഷ്യൻ പോട്ടെ, എന്താണ് വേണ്ടത്? നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം. ഇന്ന് മനുഷ്യനെ വിലയില്ലാത്തതായി കാണുന്നു. രോഗിയായ മനുഷ്യൻ അതിനി മരിച്ചു പോകട്ടെ എന്ന് കരുതുന്നു. അവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് മാനുഷിക മൂല്യങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഏത് ജാതി മതസ്ഥരായി ജീവിക്കുന്നെങ്കിലും രോഗമെന്ന് എവിടേക്കാ പോണത്? എല്ലാവരും പോകുന്നത് ആശുപത്രിയിലേക്കാ. അവിടെ ഹിന്ദുവിനൊരു ആശുപത്രി, മുസൽമാനൊരു ആശുപത്രി ഇല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് എവിടെയാ? ഒരു വിദ്യാലയത്തിലാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഒരുപോലെയല്ലേ ഭക്ഷിക്കുന്നത്? കരയുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊന്ന് രുചിച്ചു നോക്കിയേ, എല്ലാവരുടെയും കണ്ണുനീരിന് ഉപ്പ് രസമല്ലേ? നമ്മുടെ രക്തത്തിന്റെ നിറം നോക്കിയേ, ചുവപ്പല്ലേ രക്തം? നമ്മുടെ വേദനകളും സന്തോഷങ്ങളും ഒരുപോലെയല്ലേ പ്രിയമുള്ളവരെ? എന്തുകൊണ്ട് ആ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഈ രാമപുരം വന്നതുപോലെ ഈ നാട്ടിലെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 2 യാത്രകൾ ഞാൻ നടത്തി. പ്രത്യേകിച്ച് കിഡ്നി രോഗികളുടെ വീടുകളിലെ ഞാൻ അന്തി ഉറങ്ങിയിട്ടാണ് ഞാൻ യാത്ര നടത്തിയത്. കാരണം ഞാൻ ജീവിതത്തെ പഠിച്ചതാണ്, സങ്കടങ്ങളാണ് മനുഷ്യന് നല്ലത്, സന്തോഷങ്ങളല്ല.
സന്തോഷ കാലഘട്ടങ്ങളിൽ ഞാൻ എന്റെ അപ്പനെയോ അമ്മയെയോ ദൈവത്തെയോ മനുഷ്യനെയോ മറക്കാനാണ് സാധ്യത. സങ്കടങ്ങളുണ്ടോ? സങ്കടങ്ങളാണ് മനുഷ്യനെ നന്മയിലേക്ക് തിരിച്ചിട്ടുള്ളൂ. തൂമ്പുകൾ എന്ന് പറയുന്ന കുര്യൻ, അദ്ദേഹത്തിന്റെ മകന്റെ വിരഹം, പെട്ടെന്ന് 16 വയസ്സിലെ മകൻ മരിച്ചു പോയപ്പോൾ ആ വേദനകളെ കടിച്ചമർത്തിയിട്ട് ആ മകന്റെ ആഗ്രഹപ്രകാരം മകന്റെ 2 കണ്ണുകളും കിഡ്നികളും ലിവറും കൊടുത്തിട്ട് ഇന്ന് 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ആ മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ മകന്റെ കിഡ്നികളും കരളും വെച്ച മനുഷ്യർ ആ വീട്ടിൽ കടന്നു വരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു അവർ. ആ പിതാവ് അനുഭവിക്കുന്ന സന്തോഷം നമുക്കൊരു വരികൾ കൊണ്ട് കുത്തിയുറയ്ക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാർ. നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയതിനെ കുറിച്ച് നമുക്ക് വിലയില്ല. നാം ഒരു കണ്ണു കാണാത്ത അന്ധനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അച്ഛനായി നിന്ന് ഇവിടെ പ്രസംഗിക്കുമായിരുന്നില്ല. കണ്ണു കാണാത്തവനെ പുരോഹിതനാക്കില്ല. എങ്ങനെ അവൻ കുർബാന ചെല്ലും? ഞാൻ കണ്ണ് എനിക്ക് ഈശ്വരൻ തന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഒരു പൊട്ടനായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്റെ ശബ്ദം നിങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ കേൾക്കില്ല. അതെനിക്ക് ഈശ്വരൻ തന്നില്ലേ? അതിനൊക്കെ ഞാൻ എങ്ങനെ ഈശ്വരനോട് ദൈവത്തോട് നന്ദി പറയണം? അത് ദൈവമേ നന്ദി ദൈവമേ നന്ദി എന്ന് നാക്കോണ്ട് 2 പാട്ട് പാടിയിട്ടല്ല. എനിക്ക് കാഴ്ച തന്ന, എനിക്ക് സംസാരശേഷി തന്ന, എനിക്ക് കിഡ്നികളെ തന്ന, എനിക്ക് അറിവ് തന്ന, ജ്ഞാനം തന്ന, എന്റെ അമ്മയുടെ മുലപ്പാലിലൂടെ എനിക്ക് സ്നേഹം തന്ന ആ അമ്മയോട്, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അമ്മയോട് ഞാൻ സ്നേഹം കാണിക്കേണ്ടത് ഈ ലോകത്ത് കാണുന്ന ഒരു അമ്മയുടെ കൈകളിലേക്ക് ഞാൻ സ്നേഹം ചൊരിയുമ്പോൾ അതെന്റെ അമ്മയോട് കാണിക്കേണ്ട കടപ്പാടുകളാണ്. മനുഷ്യരെന്ന് മറന്നു പോകുന്നു, തല മറക്കുന്നു എന്ന് പറയില്ലേ? തലമുറയെ മറക്കുന്നു, രോഗികളെ മറക്കുന്നു. എനിക്ക് നേടണം, എനിക്ക് സമ്പത്ത്, എന്റെ കച്ചവടം, അതൊക്കെ എവിടെ ചെല്ലുന്നു? ഒരു കിഡ്നിക്ക് ഒരു ഡാമേജ് വരട്ടെ. കുവൈറ്റിൽ ജോലി ചെയ്തൊരു സുഹൃത്ത് രോഗിയാണെന്ന് കണ്ടപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പ്രിയമുള്ളവരെ, കിഡ്നി രോഗിയായ മനുഷ്യനെ എങ്ങനെയാണ് ജോലിക്ക് വിളിക്കുക? അവിടുന്ന് ഭാര്യയും എല്ലാം വിറ്റുപെറുക്കി തിരിച്ചു പോന്നു. ഇനി ഒരു കിഡ്നി കിട്ടണം. ഭാര്യ തരുമോ? ഒരു സഹോദരനെ വിളിച്ച് കരഞ്ഞു. ഫാദറിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ? എന്ത്? അവള് കിഡ്നി തരാന്ന് പറഞ്ഞത് അച്ഛനോ കൂടി കേട്ടതല്ലേ? അതെ. ഇപ്പൊ അവള് പറഞ്ഞു കിഡ്നി തരില്ല എന്നച്ചോ. ആരാ അവള്? സ്വന്തം ഭാര്യ. എന്നിട്ട് എന്നോട് പറയണു, അച്ഛനൊന്ന് പറയൂ അച്ഛൻ അവളോട് എനിക്ക് കിഡ്നി തരാൻ. ഇതാണ് ഈ ലോകം. 10-25 വർഷം ഭാര്യയും ഭർത്താവായി സ്നേഹിച്ച് ജീവിക്കുന്നു. ജീവിതത്തിൽ അവരിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി അല്പം വേദന സഹിക്കേണ്ടി വരുമെന്ന് പറയുമ്പോ അതിന് ത്യാഗം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന സ്നേഹം അത് ശരിയായിരുന്നോ? പ്രിയമുള്ളവരെ, എന്റെ മുമ്പിൽ 2ാമത്തെ റോയിലിരിക്കുന്ന സഹോദരി സ്വന്തം സഹോദരനെ ശരീരത്തിന് ഒരു കിഡ്നി മുറിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. മരിച്ചു കഴിയുമ്പോഴെങ്കിലും, മരിച്ചു കഴിയുമ്പോ ഈ ശരീരത്തിന് പിന്നെ ആർക്കും ആവശ്യമില്ല. നമ്മുടെ ഡെപ്പോസിറ്റ് ആവശ്യമുണ്ട്, നമ്മുടെ പറമ്പ് ആവശ്യമുണ്ട്, വീട് ആവശ്യമുണ്ട്, ബാക്കി എല്ലാം ആവശ്യമുണ്ട്. ഈ ശരീരം ആർക്കും വേണ്ട. പക്ഷേ ആ ശരീരം കൊണ്ട് ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർക്ക് നന്മ ചെയ്യും. ഇന്ന് ഓണമല്ലേ അടുത്ത ദിവസം? ഓണം എന്താണ്? ആ രാജാവ് തന്റെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി, ഇവിടെ നമ്മുടെ കവി പറഞ്ഞില്ലേ, എന്റെ ആയുസ് പോലും എന്റെ തലയിൽ ചവിട്ടി എന്നെ പാതാളത്തിലേക്ക് താത്തിയാലും വേണ്ടില്ല, എന്റെ പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാകണം. ആ മനസ്സ് നന്നാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ആ മനസ്സാണ് പ്രിയമുള്ളവരെ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രാർത്ഥന കാണുവാണ് സാർ, സുഖം പകരാൻ, ലോകത്തിന് സുഖം പകരാൻ. ഞങ്ങൾ എവിടെ പോയാൽ എല്ലാവരോടും പറയും, ഈ പാട്ടേ പാടാവൂ. ലോകത്തിലെല്ലാ മനുഷ്യർക്കും സുഖം ഉണ്ടാകട്ടെ. ഇത് എനിക്ക് സുഖം ഉണ്ടാവണം, അയൽക്കാരന് സുഖം ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കുന്നിടത്താണ് മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നത്. ഈശ്വരന്റെ സന്നിധിയിൽ പോലും പ്രാർത്ഥിക്കുന്നത് എന്താ? തരണേ 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 എന്ന് ചോദിക്കുന്നവൻ തരാം തരാം എന്ന് പറയില്ല. നമുക്ക് എപ്പോഴും തരണേ തരണേ എന്നുള്ളൂ. അതല്ല പ്രാർത്ഥന. തരാം തരാം എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ അവയവങ്ങൾ തരാം എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടപ്പോൾ നിങ്ങൾ ചെയ്തതിന്റെ പേരാണ് യാഗം, ദാനം, ബലി എന്ന് പറയുന്നതൊക്കെ അതാണ് പ്രിയമുള്ളവരെ. എങ്ങനെ നമ്മൾ മരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് എന്റെ പ്രശസ്തി എന്റെ കൂടെ പോരില്ല. പ്രശസ്തി അവസാനിക്കും, ആരോഗ്യം അവസാനിക്കും, എന്റെ ഡെപ്പോസിറ്റ് അവസാനിക്കും. പക്ഷെ ഒന്നും അവസാനിക്കില്ല. ഈ ജീവിതകാലത്ത് നിന്റെ വാക്കുകൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ ശരീരം കൊണ്ടും നീ എഴുതി കുറിച്ചു വെച്ചത്
ഇതെല്ലാം മാനവ കുലത്തിന് അതെന്റെ മക്കൾക്ക് കൊടുക്കണം എന്നല്ല നിങ്ങൾ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അവയവങ്ങൾ എന്റെ കിഡ്നി മൂത്ത മോന്, ലിവർ ആർക്ക വേണ്ട, അതായത് എനിക്കിരുന്നുണ്ട് ലിവർ, അങ്ങനെ പങ്കുവെച്ചു കൊടുത്തതല്ല. മാനവ കുലത്തിന് എന്റെ ശരീരത്തിൽ അവയവങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായപ്പോൾ നിങ്ങളുടെ മനസ്സ് വികസിച്ചു, ആകാശത്തോളം വികസിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ഓപ്പറേഷന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏവർക്കും പരിചയനായ കൊച്ചൗസ് ചിറ്റപ്പള്ളി എന്ന് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും അത് കണ്ടിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ, ഞാൻ കൊച്ചൗസ് ചിറ്റപ്പള്ളി, എന്നെ അധികം പേര് വിളിക്കാറ് രോഗികളാണ്. ഞാൻ വിചാരിച്ചത് ഒരു രോഗിയായിരിക്കും. പറയൂ, അപ്പോ എത്ര നാളെ അസുഖം തുടങ്ങിയിട്ട്? അല്ലച്ചോ, ഞാൻ കൊച്ചൗസ് ചിറ്റപ്പള്ളി. ആയിക്കോട്ടെ, ഏത് ആശുപത്രിയിലാണ്, ഏത് ഡോക്ടറാണ്, ഇപ്പൊ ഡയാലിസിസ് എവിടെ നടത്തുന്നത്? അച്ചോ, ഞാൻ കൊച്ചൗസ്. എനിക്കറിയില്ല സാർ. അച്ചോ, ഞാൻ ഈ വീഗാർഡിന്റെ ഓണർ. എന്ത്? അച്ഛൻ കൊടുത്ത പോലെ ഞാനും കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ആലോചിച്ചു, ദൈവമേ, ആയിരക്കണക്കിന് 1000 കോടി രൂപയാണ് ഒരു വർഷം അദ്ദേഹത്തിന് വിറ്റുവരവ്. 1000 കോടി. അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന് ഭാഗം മുറിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, സാറേ, അത് വീട്ടിൽ എല്ലാവരോടൊക്കെ പറയണം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. അച്ഛൻ പറഞ്ഞോ, അച്ഛൻ പറയണ ആൾക്ക് കൊടുക്കാന്ന്. ആ മനസ്സ് കണ്ടോ പ്രിയമുള്ളവരെ? സമ്പത്തുണ്ടാകുമ്പോ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനാണ് നോക്കുക. നമ്മള് സമ്പത്ത് കൂടുതൽ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ചുരുങ്ങാനാണ് സാധിക്കുക. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സ് വികസിക്കുകയാണ് ചെയ്തത്. നല്ലത് പറയാൻ മടി ആൾക്കാർക്ക് പറയണം. ഞാൻ എവിടെ പോയാലും പറയും, ഏത് മനുഷ്യൻ ചെയ്ത നന്മയാണ് പ്രഘോഷിക്കേണ്ടത്, തിന്മയല്ല നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, അങ്ങനെയാണെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. എന്താണ്? ഒരു കിഡ്നി ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതെന്താച്ചോ, സാറൊരാൾക്ക് കിഡ്നി കൊടുക്കുമ്പോ അയാളുടെ ഭാര്യയോട് പറയും, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കണം. അച്ഛൻ എന്താ വേണമെങ്കിൽ ചെയ്തോ. ഈ ഈരാറ്റുപേട്ടയിലുള്ള ജോയ് എന്ന ചെറുപ്പക്കാരനാണ് കൊച്ചൗസേപ്പേട്ടന്റെ കിഡ്നി ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കണത്. ഈ കോട്ടയത്തിന് ജീവിച്ചിരിക്കണ കൊച്ചൗസേപ്പേട്ടന്റെ കിഡ്നി. ഞാൻ പറഞ്ഞു, ജോയെ, നിനക്ക് കൊച്ചൗസേപ്പേട്ട എന്നത് കിഡ്നി അല്ല, ഒരു സന്ദേശമാണ്. നീ ഇതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കണം. നിന്റെ കൊടുക്കാൻ പറ്റില്ല, നിന്റെ ഭാര്യയുടെ കൊടുക്കണം. അത് വേണച്ചോ, അത് വേണം. അതെന്താ? അതങ്ങനെയാണ് മോനെ, അത് കൊടുക്കണം, എന്നാലും നിനക്ക് തരുന്നുള്ളൂ. അതെന്താ? അതങ്ങനെയാണ്. നിനക്ക് കിട്ടുമ്പോ മറ്റൊരാൾക്ക് കൊടുക്കണം. എനിക്ക് കിട്ടിയാൽ ഞാനും കൊടുക്കണം. എനിക്ക് സമ്പത്ത് കിട്ടുമ്പോൾ അത് ഞാൻ പങ്കുവെച്ചു കൊടുക്കണം. എനിക്ക് അറിവ് കിട്ടുമ്പോൾ അത് ഞാൻ പങ്കുവെച്ചു കൊടുക്കണം. എനിക്ക് സ്നേഹം കിട്ടുമ്പോൾ ഞാനത് പങ്കുവെച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് ലൈഫ്. പങ്കുവെക്കലാണ് പ്രിയമുള്ളവരെ. പങ്കുവെക്കാത്തവൻ ഈ ലോകത്തിൽ ഒന്നും അനുഭവിക്കില്ല. പങ്കുവെക്കണം. അങ്ങനെ ജോളി അരുൺ രാജ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് കൊടുത്തു. ഞാൻ പറഞ്ഞു, അരുൺ രാജ്, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ലച്ചോ. നിനക്ക് അമ്മയുണ്ട്, ലീല ചേച്ചിയെ കിഡ്നി വേറെ ആൾക്ക് കൊടുക്കണം. അതെന്താച്ചോ? അതങ്ങനെയാണ്. കൊടുക്കണം. ലീല കൊടുത്തു. ആർക്ക്? മുരളീധരനോട് ഒരു മുരളീധര ഭാര്യയില്ലേ ഉണ്ട്, നീന, അവള് വേറെ ആൾക്ക് കൊടുക്കണം. അതെന്താ? അതങ്ങനെയാണ്. അവസാനം കൊടുത്തത് ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാര്യയോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിചാരിക്കുന്നത് എന്താ? അച്ഛനൊരു പക്ഷപാതം കാണിച്ചല്ലോ. ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും കൂടെ കിഡ്നി ഫെഡറേഷനിലേക്ക് 1.5 വർഷം പോന്നു. കൈ പിടിച്ചിട്ടാ കൊണ്ടുവന്ന ഭർത്താവിനെ. എന്തേ? കണ്ണില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ ഏതെങ്കിലും സ്ത്രീകൾ തയ്യാറാവോ? കണ്ണിലിഷ്ടം ആൾക്കാരെ എടുക്കുമ്പോഴേ കണ്ണില്ലാത്തവരെ കല്യാണം കഴിക്കണേ. ആ സ്ത്രീയുടെ മനസ്സ് കണ്ണില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിച്ചു. കണ്ണില്ല, അവർക്ക് വീടില്ല, അതിന്റെ ഒപ്പം ആൾക്ക് കിഡ്നിയും ഇല്ല. സങ്കടപ്പെട്ട് വന്നിരിക്കുക. ഫാദർ, ഞങ്ങൾ പത്രത്തിലിട്ട് ഒരു ചെറുപ്പക്കാരെ കിഡ്നി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്രത്തിൽ കിട്ടുന്നതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇല്ല സാർ, ഞങ്ങൾ ഫോൺ വിളിച്ചു അദ്ദേഹത്തിനെ കണ്ടു, നല്ല ചെറുപ്പക്കാരനാ. അങ്ങനെ അവർ പോയി. ഒരു 6 മാസത്തിന് തിരിച്ചു വന്നു. ആ കുരുടന്റെ കയ്യിൽ നിന്ന് 10,000, 20,000, 50,000 പണം വാങ്ങിച്ച് 2 ലക്ഷത്തോളം രൂപ ആ ചെറുപ്പക്കാരൻ ഇവരുടെ കയ്യിലുള്ള പണവും തട്ടിച്ചെടുത്തു. എല്ലാ അനുവാദം കിട്ടി. ഇന്റർവ്യൂവിൽ പോകേണ്ട സമയം വന്നപ്പോ ഇവന്റെ ടെലിഫോൺ സ്വിച്ച് ഓഫ്, മൊബൈൽ സ്വിച്ച് ഓഫ്. ആകെ ചോരയില്ലാത്ത മുഖമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ കിഡ്നി ഇല്ല, കാശില്ല, കണ്ണില്ല, വീടില്ല, മക്കളുമില്ല. ഇവർക്ക് ദുരിതങ്ങൾ കണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ ആലോചിച്ച, ദൈവമേ, എന്നെ എന്തുകൊണ്ടൊരു കുരുടനാക്കി നീ ജനിപ്പിച്ചില്ല? അതിന്റെ ഉത്തരം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുക്കാനാണ് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു, ചേട്ടാ വിഷമിക്കാതിരിക്കെ, കൊച്ചൗസേപ്പന്റെ കിഡ്നി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ അവസാനത്തെ കിഡ്നി കൊടുത്തു. കൊച്ചൗസ ഞാൻ വിളിച്ചോണ്ട്, കൊച്ചൗസേപ്പേട്ട, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. എന്താച്ചോ? കണ്ണില്ലാത്ത ഒരാൾക്കാണ്. കൊച്ചൗസേട്ടൻ പറഞ്ഞു, അച്ചോ, ഞാൻ എന്തെല്ലാം നേടിയെടുത്തതിനേക്കാൾ വലിയ സന്തോഷം, ഞാനൊരു കർമ്മം ചെയ്തപ്പോ
5-6 കുടുംബങ്ങൾക്ക്, അതും അവസാനം ഒരു കണ്ണില്ലാത്തൊരു മനുഷ്യന് ജീവിക്കാൻ സന്തോഷമുണ്ട്. ഓപ്പറേഷൻ തലേ ദിവസം ഉണ്ണികൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണ, ഞാൻ എന്റെ കിഡ്നി അല്ലടാ നിനക്ക് ഞാൻ തരണത്. വേണ്ടച്ചോ, എന്നാൽ എനിക്കത് കിട്ടിയില്ലോ. എന്റെ ലക്ഷങ്ങൾ തട്ടിച്ചുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി മരിക്കാൻ നല്ലത്. ഞങ്ങള് ആത്മഹത്യ ചെയ്യാൻ മുമ്പാണ് അച്ഛന്റെ ഓഫീസിലേക്ക് എത്തിയത്. കാരണം ഞങ്ങൾക്ക് മക്കളില്ല, വീടില്ല, കിഡ്നി ഇല്ല. അവസാനം കാശ് കൊണ്ടുപോയി ചാവാം, അച്ഛനെ കണ്ടിട്ട് പോയി ചാവാം എന്ന് കരുതി വന്നതാ. ഇത് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങാണ്. നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നോട് നന്ദി പറയണ്ട, ഈശ്വരനോട് നന്ദി പറയേ. നിനക്ക് കിഡ്നി തരുന്ന സഹോദരി ഉണ്ടല്ലോ നീന, ആ സഹോദരിയോട് നന്ദി പറയണ്ടേ. അപ്പോൾ ആ ഉണ്ണികൃഷ്ണനോട് കാര്യം പറഞ്ഞു, അച്ഛോ, അച്ഛനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു കാലത്തും എന്റെ ജീവിതകാലത്ത് അച്ഛനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണില്ല. കാരണം എനിക്ക് കാഴ്ചയില്ല. എനിക്കൊരു സങ്കടം ബാക്കിയുണ്ട്. എന്താ സങ്കടം? നാളെ ഒരു സ്ത്രീ മലന്ന് കിടന്ന് ശരീരം കീറി മുറിച്ച് ഒരു കിഡ്നി, ജീവനുള്ള ഒരു മാംസ കഷ്ണം എനിക്ക് വേണ്ടി മുറിച്ചു തരില്ല അച്ഛോ. അതെ, ഞങ്ങൾ ഒന്നും കൊടുക്കണില്ല. ഇല്ല, തരണ്ടെന്ന് പറഞ്ഞില്ലേ? അതല്ല അച്ഛോ, ആ സ്ത്രീയെ പോലും എനിക്ക് കിഡ്നി കിട്ടിയതിന് ശേഷം ആ സ്ത്രീയെ പോലും എനിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ. പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, ഈ കണ്ണിന്റെ വില നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അറിയില്ല. ഇന്ന് 2 കിഡ്നികളുണ്ട്, നമ്മൾ ഭക്ഷിക്കുന്ന സാധനം ദഹിക്കുന്ന ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇതൊക്കെ ദൈവം തന്നിരിക്കുമ്പോ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഏക്കർ കണക്കിന് ഭൂമിയോ വീടോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. ഈ ശരീരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് നിങ്ങൾ ദാനം ചെയ്യാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും മഹത്തായ ദാനം. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ ചുരുക്കാണ്. നിങ്ങളുടെ ഏറെ നന്ദി, സ്നേഹമുണ്ട്. ഞാൻ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും ആദ്യം പറയാൻ പോകുന്നത് രാമപുരമാണ്. ഏത് നന്മയുണ്ടോ അതൊക്കെ പ്രഘോഷിക്കപ്പെടണം. നല്ലത് ആവർത്തിച്ച് പറയണം. അത് പബ്ലിസിറ്റി അല്ല. അത് മനുഷ്യനെ നല്ലത് കേൾക്കുമ്പോഴാണ് നല്ലത് ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുക. ഒരാൾ തിന്മ ചെയ്തത് ആവർത്തിച്ച് പറയുന്നതിലെ വലിയ വിശേഷമില്ല. പ്രിയമുള്ളവരെ, രാമപുരം കൾച്ചറൽ സൊസൈറ്റിയും പഞ്ചായത്തും കാണിച്ച മാതൃക ഈ രാത്രി, ഇന്നത്തെ ഈ ദിവസത്തിന്റെ രാത്രി, ഇത് ചരിത്ര രാത്രിയാണ്. ഈ സായാഹ്നം, ഈ രാമപുരം വർഷങ്ങൾ കഴിഞ്ഞാൽ ഓർത്തു വെക്കും. അന്നൊരു സായം സന്ധ്യയിൽ ഇവിടെ വെച്ച് ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കാൻ പോകുന്നു, ഈ ഗ്രാമം, രാമപുരം എന്ന ഗ്രാമം ഇതാ ഈ ലോകത്തിലെ ആദ്യത്തെ അവയവദാന പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇതിന് നിങ്ങൾ കൊച്ചു ത്യാഗം പോലും ചെയ്ത വ്യക്തികളുണ്ടോ? നിങ്ങൾക്കൊക്കെ ഈശ്വരന്റെ തലമുറകളുള്ള അനുഗ്രഹം കിട്ടും. പ്രിയമുള്ളവരെ, കാരണം നമുക്കൊന്നും ആ രോഗത്തിന്റെ വേദന അറിഞ്ഞിട്ടില്ല. കിഡ്നിയിൽ എത്രയോ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ സിനി ആർട്ടിസ്റ്റോട് നമ്മൾ പറയാലോ, ട്രാഫിക്കിന്റെ സുഹൃത്തോടെ ഉണ്ടല്ലോ, ആ സിനിമ എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മമ്മൂട്ടി കിഡ്നി ദാനം ചെയ്യുന്ന ആ കർമ്മം, ആ സിനിമ ഇറങ്ങിയ സമയത്താണ് എന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിനുശേഷം ജയരാജ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഫാദറിന്റെ കഥയായിട്ടോ ഇവിടെ ഞാൻ സിനിമയാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വലിയൊരു സുഹൃത്താണ് ജയരാജ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക, ഇതൊരു സ്നേഹ സംസ്കാരമാണ്. നമ്മൾ എന്തൊക്കെ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൂട്ടിയൊരു ത്ലാസിൽ വെച്ചാലും മരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ ദാനം അതിന്റെ അത്രയ്ക്ക് ഒക്കില്ല കേട്ടോ. ഇനി മതവിശ്വാസങ്ങൾ ഇതിനെതിരാണോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ചില ആളുകളുണ്ട്, അങ്ങനെ കിട്ടിയൊന്നും കണ്ണൊന്നും കൊടുത്തിട്ട് പോകാൻ പറ്റില്ലച്ചോ. എന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോ പത്രത്തിലോ ഒരു വടി തരും, എന്റെ കുത്തിപ്പിടിച്ചാണെന്നോ കണ്ണം കൊടുത്തിട്ട് വന്നിരിക്കുക. പിന്നെ എവിടെയാ കണ്ണ് കിട്ടുക? ഈ കണ്ണല്ലാട്ടോ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൊണ്ടുപോകുക. ഈ കണ്ണ് ഈ മണ്ണിൽ നിങ്ങൾ കുഴിച്ചു മൂടിയിട്ട് നിങ്ങളൊരു 5-8 ദിവസം കഴിയുമ്പോൾ തുറന്നു നോക്ക്. അപ്പൊ കാണാം ഈ കണ്ണിനും കിഡ്നിക്ക് എന്താണ്ട് അവിടെ എന്നുള്ളത്. നമുക്ക് മരിച്ചാൽ 3 കാര്യങ്ങൾ ചെയ്യാം. 1, പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കാം. 2, അഗ്നിക്ക് തിന്നാൻ കൊടുക്കാം. 3, നിന്റെ കൂടെ ജീവിക്കുന്ന സഹജീവിക്ക്, ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് കൊടുക്കാം. എന്ത് തീരുമാനിക്കണമെന്ന് മനുഷ്യൻ തീരുമാനിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സമ്മതപത്രം എഴുതിയവരുടെ ഓർമ്മയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമ്മതപത്രം എഴുതിയെന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ അവയവങ്ങളൊക്കെ നിങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഇനി അത് കേടുകൂടാണ്ട് കൊണ്ട് നടക്കാന്നുള്ള ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. കൊടുക്കാനുള്ള സാധനമാണ്, അത് കേടുകൂടാണ്ട് കൊണ്ട് നടന്നോളൂ. അതുകൊണ്ട് ഇപ്പൊ പറയാൻ കാരണം മറ്റന്നാൾ ഓണാണ്. അതുകൊണ്ട് ഈ അവയവത്തിലൊക്കെ അഭിഷേകം ചെയ്ത് അവസാനം അത് കേടാക്കി കളഞ്ഞാൽ അവസാനം തുറന്നു നോക്കുന്ന സമയത്ത് ചുങ്ങിയമാ കണ്ടി പോലത്തെ 2 കിഡ്നി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോ ദൈവമേ സമ്മതപത്രം ഒപ്പിട്ടുള്ള എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള മനസ്ഥിതി കാണിച്ചോളോട്ടാ. സമ്മതപത്രം എഴുതിയപ്പോ ഒരാളെന്നോട് ചോദിച്ചു, എന്റെ വേണ്ട അച്ചോ, എന്റെ ഒന്നും കിട്ടാനില്ല അച്ചോ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. സത്യസന്ധ
ആളാണ് ആള്. അല്ല പറഞ്ഞു എന്നെ ഒന്നും കിട്ടാൻ രാവിലെ ചൊക്ക ഞാൻ മുടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ഓണത്തിന് മറ്റേ പരിപാടി ഉണ്ടല്ല, അത് എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അതുകൊണ്ട് ബൈക്കൊക്കെ നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാം അതിന്റെ വിശേഷങ്ങളൊക്കെ. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ പറയുന്നു, നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് കേട്ടോ. അത് പോയി എത്രയോ കലാകാരന്മാരുടെ പഠിത്തത് പല കലാകാരന്മാരുടെ ചരിത്രത്തിൽ സങ്കടം തോന്നുന്നു. എത്രയോ നല്ല കലാകാരന്മാർ അവരുടെ ജീവിതത്തിലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കിഡ്നി നഷ്ടപ്പെട്ട് കരൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കുറയ്ക്കണം. പ്രിയമുള്ളവരെ, വാക്ക് മാത്രം പറയില്ല, ആംഗ്യം കാണിച്ചാൽ പോലും ഇങ്ങനെ പറഞ്ഞാൽ പോലും മനസ്സിലാവുന്ന രീതിയിലായി തന്നിട്ടുള്ള ഒരു കാര്യമാണത്. ഓണം വരുമ്പോ എന്താണ് ഉണ്ടാവാൻ പോണെന്നുള്ളത് പത്രത്തിൽ വാർത്ത വരും. അവയവദാന സമ്മതപത്രം നൽകിയ രാമപുരത്തെ എത്രമാത്രം ഇത് വിറ്റു ചെലവായി എന്നുള്ള കണക്ക് കൂടെ നിങ്ങൾ എടുത്തോളോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തായ കർമ്മം നിങ്ങൾ ചെയ്യാൻ സന്നദ്ധത കാണിച്ച എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ മുക്തകണ്ഠം ദൈവത്തിന്റെ സമക്ഷം സമർപ്പിക്കുകയാണ്. എനിക്ക് കിഡ്നി കിട്ടാൻ വേണ്ടിയിട്ടല്ലാട്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് കിഡ്നിയും വേണ്ട, ചട്നിയും വേണ്ട. കിഡ്നിക്ക് ചട്നിക്കല്ല, ഞാൻ അവരുടെ ദുഃഖങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു കിഡ്നി രോഗി എന്നോട് പറഞ്ഞു, കൊതി ഉണച്ചാന്ന് പറഞ്ഞു. എന്തിനാടാ കൊതി? മൂത്രമൊഴിക്കാൻ കൊതി ഉണച്ചോ? 10 വർഷമായി അവൻ മൂത്രമൊഴിച്ചിട്ട് നമുക്കൊന്നിട്ട് വിലറിയില്ല. പ്രിയമുള്ളവരെ, ഈ രോഗം ബന്ധപ്പെട്ടാൽ യൂറിൻ പാസ് ചെയ്യില്ല. നിന്റെ വീട്ടിൽ ആരും കടന്നു വരില്ല. ആദ്യ ദിവസം വരും, പിന്നെയൊക്കെ ആൾക്കാർ പോകും. വീട്ടിൽ TV കോമഡി എക്സ്പ്രസ് വെക്കില്ല. എങ്ങനെ ചിരിക്കാൻ പറ്റും? നാളെ മരണം കാത്തിരിക്കുന്ന മനുഷ്യർ കൂടാനുകൂടിയുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഈ ചെയ്ത കർമ്മം, കിട്ടാൻ പോകുന്ന ദാനത്തിന്റെ വില ഒരു സാഹിത്യകാരനും ഒരു ചരിത്രകാരനും ഒരു ആത്മീയ ആചാര്യനും നിർവചിക്കാൻ പറ്റാത്തൊരു ദാനമാണ് പ്രിയമുള്ളവരെ അവയവദാനം. നിങ്ങൾക്ക് ഈശ്വരന്റെ എല്ലാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ. ഇതിന്റെ പ്രവർത്തനം 100 മേനി ഫലം ചെയ്യട്ടെ. ഞാൻ മാണിസാറിന്റെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫാദർ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റം സമ്മതം ഒപ്പിട്ട് കഴിഞ്ഞു. പക്ഷേ ഇന്ന് സർക്കാരിന്റെ നേതൃത്വത്തില് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽ ഇവിടെ ഈ കേരളത്തിൽ ഇല്ല എങ്കിൽ ജനങ്ങൾ എടുത്തോളാൻ പറയും. പക്ഷെ അത് എടുത്തു വെക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കുറവേ ഉള്ളൂ. പ്രൈവറ്റ് മേഖലയിലുണ്ട്, പോരാ സർക്കാരിന്റെ വലിയ ഹോസ്പിറ്റലുകൾ വരണം. മാണി സാറ് പറഞ്ഞു ഫാദർ വെക്യൂ പ്രോജക്റ്റ്. അങ്ങനെ ഇത് ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ ഐക്യരാഷ്ട്ര സംഘടന പോലും, ഞാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്, ഒരു 10 വർഷം കഴിയുമ്പോ ലോകരാഷ്ട്രങ്ങൾ ഈ കേരളത്തിലേക്ക് പഠിക്കാൻ വരും. എങ്ങനെയാണ് പല മതങ്ങൾ വിശ്വാസികൾ ജീവിക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് അവയവദാനം എന്ന് പറയുന്ന ഈ സംസ്കാരം പടർന്ന് ജനങ്ങളിൽ എത്തിയെന്ന് പഠിക്കാൻ വിദഗ്ധ സംഘങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇവിടെ വരും. പ്രിയമുള്ളവരെ, ഇന്ന് ഒരൊറ്റ രാജ്യത്തും ഉണ്ടാകാത്ത, ഒരു സംസ്ഥാനത്തുണ്ടാകാത്ത ഒരു മൂവ്മെന്റ് ആണ് അത് ഈ രാമപുരത്ത് തഴച്ച് വളരുന്നു. നേതൃത്വങ്ങൾ എല്ലാവരോടും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കുക, അത് മാത്രം മതി. നന്ദി, നന്ദി, നന്ദി.